95% ഓഫ് ബേബീസ് ആർ ബോൺ നോർമൽ. ഇനി ഈ 3-4% അനോമലീസ് നിങ്ങളുടെ കുഞ്ഞിന് വരാൻ സാധ്യതയുണ്ടോ എന്നറിയണമെങ്കിൽ കുഞ്ഞ് നോർമലാണ്, അനോമലീസ് ഒന്നുമില്ല എന്ന് നമുക്ക് എൻഷുർ ചെയ്യണം. ഏതൊരു കപ്പിളിൻ്റെയും ആഗ്രഹമാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കുഞ്ഞിന് ജനിതകമോ അല്ലെങ്കിൽ ശാരീരികമോ ആയ വൈകല്യങ്ങൾ വരാനുള്ള സാധ്യത 5% താഴെ മാത്രമാണ്. ദാറ്റ് മീൻസ് 95% ഓഫ് ബേബീസ് ആർ ബോൺ നോർമൽ. ഇനി ഈ 3-4% അനോമലീസ് നിങ്ങളുടെ കുഞ്ഞിന് വരാൻ സാധ്യതയുണ്ടോ എന്നറിയണമെങ്കിൽ പ്രഗ്നൻസിയിൽ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങുകളും നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. ഇതിൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത സ്കാനിങ് എന്ന് പറയുന്നത് 3rd മന്തിലെ NT സ്കാനും അതിൻ്റെ കൂടെ ചെയ്യേണ്ട ഡബിൾ മാർക്ക് എന്ന് പറയുന്ന ടെസ്റ്റുമാണ്. അടുത്തതായിട്ട് 5ാം മാസത്തിലെ അനോമലി സ്കാൻ പ്രോപ്പറായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടും ചെയ്യുവാണെങ്കിൽ കുഞ്ഞിന് വരാവുന്ന ഓൾമോസ്റ്റ് ഓൾ ഫിസിക്കൽ അനോമലീസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ഒരു കാര്യം, നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ആംനിയോസെൻറ്റസിസ് പോലുള്ള ജനറ്റിക് ടെസ്റ്റിലൂടെ കുഞ്ഞിന് വരാവുന്ന ജനിതക വൈകല്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുഞ്ഞ് നോർമലാണ്, അനോമലീസ് ഒന്നുമില്ല എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും.